Hello traders, welcome back to my fourth day of 50K futures prop firm evaluation. നമ്മുടെ നാലാമത്തെ ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രേഡ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു. നമുക്ക് 23rd തേഴ്സ്ഡേ ആണ്. വെനസ്ഡേ ഞാൻ മാർക്കറ്റിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മൾ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ട്യൂസ്ഡേ ആയിരുന്നു. മൺഡേ നമ്മൾ ട്രേഡ് എടുത്തില്ലായിരുന്നു, ട്യൂസ്ഡേ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് ഇന്ന് മാർക്കറ്റിന്റെ ഒരു ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ ടൈം ഫ്രെയിം നറേഷൻസ് 4 ഹവറിന്റെ രീതിയിൽ എനിക്ക് കാണുന്നത് ഒരു ഹൈ ടൈം ഫ്രെയിം ബുള്ളിഷ് ആണ്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഇപ്പൊ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ന്യൂയോർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇന്റർണൽ പ്രൈസ് ആക്ഷൻ ട്രേഡ് നടക്കുകയാണ്. കാരണം സ്റ്റിൽ നൗ ഏഷ്യ ഹൈ ഓർ ഏഷ്യ ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഐ എം സ്റ്റിൽ കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ ഒരു റേഞ്ച് മാർക്കറ്റിൽ നിൽക്കുകയാണ്. ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് എനിക്ക് ഇത് കാണുന്നത് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തിട്ട് നിൽക്കുകയാണ്. കാരണം സ്ട്രക്ചർ ബ്രേക്ക് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഒരു പുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് തിരിച്ചൊരു അപ് ട്രെൻഡിലേക്ക് കയറാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ്. ബട്ട് ഐ എം നോട്ട് കോൺഫിഡന്റ് അബൌട്ട് ദിസ്. കാരണം ഇന്റർണലി ഒരുപാട് മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാം. കാരണം മേജർ ആയിട്ടുള്ള ഹൈ ലോ ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ലോ കംപ്ലീറ്റ്ലി ടേക്ക് ഔട്ട് ചെയ്യുക, ഏഷ്യ കംപ്ലീറ്റ് എടുക്കുക, ഈ പറയുന്ന പ്രൈസ് ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഇവിടുന്ന് ഒരു ബൈ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് മാർക്കറ്റ് ഈ ഒരു ട്രേഡ് എനിക്ക് തരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. സോ ഐ എം ജസ്റ്റ് വാച്ചിങ് ദ മാർക്കറ്റ്. ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യത കുറവാണ്. കാരണം ഓൾമോസ്റ്റ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് 10 മണിക്ക് മുമ്പായിട്ട് എൻട്രി കിട്ടണം. അത് 10 മണിക്ക് മുമ്പായിട്ട് എൻട്രി ഇല്ലാന്നുണ്ടെങ്കിൽ, പ്രോപ്പർ സെറ്റപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ ട്രേഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ആ ഒരു ന്യൂയോർക്ക് ഇനിഷ്യൽ വോളറ്റാലിറ്റിയിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത് യൂഷ്വൽ. സോ എനിവേ എന്തായാലും നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നല്ല ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ പോലെ തന്നെ ഈ ഒരു ദിവസം നോ ട്രേഡിംഗ് ഡേ ആയിട്ട് കടന്നു പോകും. സോ നോൺ ട്രേഡിംഗ് ഡേ ഈസ് ആക്ച്വലി എ പ്രോഫിറ്റബിൾ ഡേ. ഇറ്റ്സ് എ ഗുഡ് ഡേ. കാരണം നമുക്ക് അനാവശ്യമായിട്ട് റിസ്ക് എടുക്കേണ്ട, അനാവശ്യമായിട്ട് ലോസസ് നമ്മൾ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം സ്റ്റിൽ ഐ മീൻ പ്രോഫിറ്റ്. ഇവിടെയാണ് ഡിസിപ്ലിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ലൂസിഡിന്റെ ഡാഷ്ബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൽ നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ പോകുന്ന എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഞാൻ എപ്പോഴും ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന 3 days ആണ്. ഇവിടെയാണ് ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റിയാലിറ്റി. കാരണം എത്രത്തോളം ട്രേഡ്സ്, നമ്പർ ഓഫ് ട്രേഡ്സ്, ക്വാളിറ്റിക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിളിലേക്ക് എത്തും. സ്റ്റിൽ ഞാൻ ഈ ഒരു ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റാണ്, ഈ ഒരു ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ്. അൺടിൽ വി ആർ ഇൻ പ്രോഫിറ്റ്. കാരണം ഇതൊക്കെ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നലെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ലായിരുന്നു. നമ്മൾക്ക് ഡേറ്റ് 23 ആണ്, ഇന്നലെ 22 ആണ്. സോ നമുക്ക് എല്ലാ മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി വരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. കാരണം ഇപ്പൊ മാർക്കറ്റ് ഇന്റേണല് ബെയറിഷ് ആണ്. അതുകൊണ്ട് തന്നെ മേ ബി എനിക്ക് തോന്നുന്നത് മേ ബി ബെയറിഷിലേക്ക് മാർക്കറ്റിന് സ്വിച്ച് ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഹൈയും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റിൽ ഒരു ഇന്റേണൽ ബ്രേക്ക് ആണ്. ഇന്റേണൽ ബ്രേക്ക്, ഒരു ഇന്റേണൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് പിന്നീട് ഒരു 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 hourൽ നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് പ്രൈസ് ലെവൽ ഒന്നിക്കൽ മാർക്കറ്റ് ഈ ഒരു പ്രൈസിൽ എത്തിയതിനു ശേഷം ഈ പറയുന്ന ഈ ഒരു ഏഷ്യ ഹൈ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് താഴേക്ക് പോകാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റൺ ചെയ്തിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോർമേഷൻസ് നമുക്ക് വന്നേക്കാം. സോ അതിന് എന്തായാലും മാർക്കറ്റ് നമുക്ക് മോണിറ്റർ ചെയ്യാം. സോ ഗൈസ്, എനിക്ക് തോന്നുന്നത് ഒരു ബൈയിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഏഷ്യ ഹൈ ഓൾറെഡി MES എടുത്തിട്ടുണ്ട്, ES എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ബൈ സൈഡ് പോകാനുള്ള പ്രോബിലിറ്റി ഞാൻ കാണുന്നുണ്ട്. നമുക്കിപ്പോ മാർക്കറ്റ് ബുള്ളിഷിലേക്കാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ലൈനൊക്കെ സ്വീപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോയേക്കുന്നത്. ഷുഡ് ഐ ടേക്ക് ദിസ് ബൈ ഓർ നോട്ട്? 5 മിനിറ്റിന്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഈ ഒരു കീ ലെവലായിട്ടൊക്കെ അലൈൻഡ് ആണ്. ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു പ്രൈസിലേക്ക് മാർക്കറ്റ് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബൈ എക്സ്പെക്ട് ചെയ്താലോ എന്നുള്ളതുണ്ട്. നമുക്ക് ന്യൂസിന്റെ ഒരു വൊളറ്റാലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂസ് നമുക്ക് 6 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ക്ലെയിം ന്യൂസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളത് ഫ്ലാഷ് കാര്യങ്ങളൊക്കെയാണുള്ളത്. ടേക്ക് ദിസ് ബൈ ഓർ നോട്ട്? ദിസ് ഈസ് ഗുഡ് ഓർ ബാഡ്? നല്ലതാണോ? 50 മിനിറ്റ് ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് നോക്കണം. 50 മിനിറ്റ് 5 more minutes ടു ബ്രേക്ക് ദിസ്. ആൻഡ് ഓൾസോ ഇന്റേണൽ ബെയറിഷ് ആണ്. അതാണ് ഒരു ടാസ്ക്. സോ 4 hour മാർക്കറ്റ് സ്ട്രക്ചർ പ്രകാരം ബുള്ളിഷ് ആണ്. പക്ഷെ പ്രീമിയത്തിൽ നിന്നുകൊണ്ടാണ് ആ ട്രേഡ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു ട്രേഡ് മേ ബി ഫെയിൽ ആകാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം എനിക്ക് ഈ ഒരു പ്രൈസ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞിട്ട് ബൈ ആയിരുന്നു കുറച്ചുകൂടെ ക്വാളിറ്റി ട്രേഡ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇൻ 50 minute ടൈം ഫ്രെയിം വി ആർ ഇൻ ഇന്റേണൽ പ്രൈസ് ആക്ഷൻ. വി ആർ ട്രേഡിംഗ് ഇൻസൈഡ്. ഇപ്പോൾ 1 മിനിറ്റിന്റെ ഒരു നറേഷൻ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു
എന്താ പറയാ, നോട്ട് എ ഗുഡ് ഡീൽ. മേ ബി ഇതെല്ലാം പൊട്ടി താഴെ വീഴാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ദിസ് ഈസ് നോട്ട് എ പ്രോപ്പർ സെറ്റപ്പ്. നോട്ട് കൺസിഡർ ദിസ് ബൈ ഏരിയ. മേ ബി ഇവിടുന്ന് റിയാക്ട് ചെയ്തിട്ട് അപ്സൈഡിലെ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്ത് 50 മിനിറ്റ് ഇങ്ങനെയാണ് അവർ ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറി. ചിലപ്പോൾ ഇത് പൊട്ടി വീഴാനും സാധ്യതയുണ്ട്. കാരണം 9:30 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9:30 how 9:30 is react. Still now I didn't took this trade. If I took, what will happen? TP or SL? Let's watch. സോ അവിടെ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ട്രേഡ് ആയിരുന്നു. എനിക്ക് ആ ഏഷ്യ ഹൈ സ്വീപ്പ് ആണ്. ഏഷ്യ ഹൈ സ്വീപ്പ് ട്രേഡ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാറുണ്ട്. അവർ ക്യാൻഡിലാണ്. നമുക്കൊരു 9 o'clock ക്യാൻഡിലല്ല, 50 ക്യാൻഡിലാണ്. നന്നായിട്ട് മാനിപ്പുലേഷൻ ഐ തിങ്ക് സോ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഏറെക്കുറെ തീരുമാനമായേനെ. ഇവിടെ റെസൽ അടിച്ചിട്ടില്ല, പക്ഷെ എന്തായാലും ആ ഒരു പാനിക് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. നല്ല വോളറ്റൈൽ ആണല്ലോ ആ ഒരു 50 മിനിറ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയത് തന്നെ. നല്ല വോളറ്റൈൽ ആയിട്ടാണ്. ഡീപ്പ് സ്വീപ്പ് ചെയ്തിട്ടാണ് മാറുന്നത്. നല്ലൊരു സ്വീപ്പ് എടുത്തത്. നെക്സ്റ്റ് ക്യാൻഡിൽ 1 മിനിറ്റിന്റെ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാറുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തു. ഈ ഒരു ലോയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അസലാണ്. സോ ലെറ്റ്സ് സീ. ഒരു ബൈ പ്രോബിലിറ്റി കാരണം മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആണ്, പക്ഷെ ബൈ എൻട്രി ആയിട്ടില്ല. ദാറ്റ്സ് വൈ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. ഡയറക്റ്റ് കണ്ണും മുട്ടി ഒരു ബൈ എടുക്കാൻ എനിക്ക് ഒരു സെറ്റപ്പ് ആയി. സോ സ്വീറ്റ് എനിക്ക് ഈ ഒരു പ്രൈസിലെത്തണം. മാർക്കറ്റ് ഈ പറയുന്ന ഡോട്ടർ ബ്ലോക്ക് പ്രൈസ് ലെവലിലാണ് എനിക്ക് എത്തേണ്ടത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഷിഫ്റ്റ് എനിക്ക് 50 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മച്ച് കോൺഫിഡൻസ്. സി അത് 9:30 വോളറ്റാലിറ്റി ആണ്. 9:30 ക്യാൻഡിൽ നന്നായിട്ട് വോളറ്റൈൽ ചെയ്തു, ബ്രേക്ക് ചെയ്യുന്നതാണെങ്കിൽ എനിക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി വരാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് സീ ഇഫ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ നോക്കാം. ലെറ്റ്സ് സീ. ഈ ഒരു പൊസിഷൻ ഞാൻ ഒന്ന് ഡിലീറ്റ് ദിസ് ഹൈ ബ്രേക്ക്. ഫസ്റ്റ് എനിക്ക് ഈ ഒരു ഹൈ പ്രോപ്പർ ബ്രേക്ക് ഫൈറ്റ് നോക്കിയാലും ബ്രേക്ക് ചെയ്തങ്ങ് പോകുമ്പോൾ ഉള്ളതാണ് വേറെ. ഇഫ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ദീസ് ക്യാൻഡിൽ അവർ എൻട്രി റീട്രേസ്മെന്റിൽ വരുന്ന ബൈ എടുത്ത് സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ വെച്ചാൽ ടാർഗറ്റ് ഒരു സ്മോളിൽ എത്ര ഇപ്പോൾ എടുക്കേണ്ടി വരിക. നാവിഗേഷൻ നോക്കിക്കഴിഞ്ഞാൽ വിക്കൗട്ട് ആണല്ലോ. വിക്കൗട്ടാണ്. വി കാൻ ട്രേഡ് വിക്കൗട്ട് അല്ലെങ്കിൽ എഫിഷ്യൻസി ആയിട്ട് ടേക്ക് ഓഫ് ആണെങ്കിൽ തിരിച്ച് ലിമിറ്റിഗേഷൻസ് ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബൈ സൈഡിലേക്ക് ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ബൈ എടുക്കാം. ബട്ട് 1:2 ഇവിടെ ഇരിക്കുന്നത് 1:2 ഇവിടെ നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ അല്ലയോ ഉള്ളതാണ്. നമുക്ക് ഇത്രയും വെക്കണ്ട. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമുക്ക് ആ ഒരു എൻട്രി ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. $50 50 വേണ്ട, 300 വെച്ച് കഴിഞ്ഞാൽ 350 മച്ച് ഇനഫ് ആൻഡ് ബൈ ദിസ് ഏരിയ. സോ ഫൈനലി ഞാൻ നമ്മുടെ 4th ഡേ ബൈ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് പ്ലേറ്റ് ഓർ നോട്ട്. 50 മിനിറ്റിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള 50 മിനിറ്റ് ഈ ക്യാൻഡിൽ എങ്ങനെ അടിക്കുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഇത് ഏത് ടൈം, ഇത് 1 അവറിന്റെ പ്രൈസ് ലെവലാണ്. മേ ബി ഇത് എത്തുന്നതിന് മുമ്പ് പ്രൈസ് ഈ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഓർഡർ ക്യാൻസൽ ചെയ്യണം. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഏരിയാസ് ആണ്. പ്രൈസ് ഈ പറയുന്ന ഏഷ്യാസ് ഈ ഒരു സോണിൽ മിറ്റിഗേറ്റ് ചെയ്യാതെ പ്രൈസ് എത്തുകയാണെന്നുണ്ടെങ്കിൽ, മിറ്റിഗേറ്റ് ചെയ്യാതെ എത്തുകയാണെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് ബ്രേക്ക്ഔട്ട് ആണെന്നുണ്ടെങ്കിൽ, പ്രൈസ് റീമിറ്റിഗേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓർഡർ ഞാൻ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് സീ. അതിപ്പോ നടന്നത് ന്യൂസ് റിയാക്ഷൻ ആണ്, പക്ഷെ ഇതുവരെ നമ്മുടെ ബൈ ട്രിഗർ ആയില്ല. അത് വല്ലാത്തൊരു ഇതായിപ്പോയി. ന്യൂസ് റിയാക്ഷൻ FEG റിയാക്ഷൻസ് കറക്റ്റ് ആയിട്ട് എടുത്തു. ഞാൻ FEG എന്നല്ല, FEG മോട്ടർ ബ്ലോക്കുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള പ്രൈസ് ലെവലിൽ നിന്നായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു റിയാക്ഷൻസ് കിട്ടിയില്ല. ലെറ്റ്സ് വെയിറ്റ് ഫോർ മോർ മിനിറ്റ്സ്. ഇതായിരുന്നു ആ ന്യൂസ്. ഫ്ലാഷ് മാനുഫാക്ചറിംഗ് PMന്റെ ന്യൂസ് ആണ്. നമുക്ക് ഇന്ത്യൻ ടൈം 7:15 വന്നത്. കറക്റ്റ് ആ 7:15 വന്ന റിയാക്ഷൻ ആണ്. പക്ഷെ നമ്മുടെ ബൈ ട്രിഗർ ആയില്ല. ഈ മിസ്ഡ് ദാറ്റ് എൻട്രി ഫ്രം ഫെയർ വാല്യൂ. അതൊരു മാതിരി പറ്റിയ പരിപാടിയായിരുന്നു. We missed guys. We seriously missed. എന്താ പറയുക, seriously missed. ഈ ഒരു ഫെയർ വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് ആ ഒരു എൻട്രി
ട്രിഗർ ആയാൽ 5 മിനിറ്റ് ഫെയർ വാല്യൂ. ദിസ് ഈസ് ദ FEG എൻട്രി ആയിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഞാൻ എൻട്രി എടുക്കണമായിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിയർ, ടാർഗറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഡേ ഹൈയിലേക്ക് ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞിട്ട് കാര്യമില്ല, ട്രേഡ് പോയിട്ടുണ്ട്. FEG നന്നായിട്ട് റിയാക്ട്, ഓൾമോസ്റ്റ് ടൈമിംഗ് കഴിയാറായി. 45 ന്യൂസ് ക്ലീൻ എൻട്രി ആയിരുന്നേനെ. ഒന്നുകൂടെ ഒരു പ്രൈസ് ഒന്ന് താഴേക്ക് ആ ഒരു ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡീപ്പായിട്ടൊന്നും വന്നിരുന്നെങ്കിൽ ചെറിയൊരു സ്ലൈറ്റ്, എനിക്ക് തോന്നുന്നത് ചെറിയൊരു പ്രൈസിലാണ് മാർക്കറ്റ്. എൻട്രി പ്രൈസും വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിം പ്രൈസ് ആണ്. പക്ഷെ എൻട്രി ട്രിഗർ ആയില്ല. 5 മിനിറ്റ് കൊണ്ടിട്ട് ഡീപ്പ് അടിക്കേണ്ട ട്രേഡ് ഇതാണ് മാർക്കറ്റ് ടൈംസ്. ദിസ് വിൽ ഹാപ്പൻ. ചില ട്രേഡുകളിൽ ലിമിറ്റ് വെച്ചിട്ട് ലിമിറ്റ് അടിക്കാതെ പോകുന്ന സിനാരിയോസ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പണി വന്നത് ഫോറക്സിലായിരുന്നു, സ്പ്രെഡ്. ഇപ്പൊ ഇവിടെയും അവസ്ഥയിലാണ്. ഫെയർ വാല്യൂ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഈ ഒരു സിനിമ എന്തായാലും നമ്മൾ ഓർഡർ ക്യാൻസൽ ചെയ്യാം ഗൈസ്. സോ അങ്ങനെ നമ്മുടെ 4th ഡേ ട്രേഡ് മിസ്ഡ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പ്ലാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസൈഡ് സോൺ ആണ്. അപ്പോൾ ES നോക്കിക്കഴിഞ്ഞാൽ ES അത്യാവശ്യം മാർക്കറ്റ് ഹൈ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത് ഞാനിവിടെ ജസ്റ്റ് കാണിക്കാം. ഹൈ ഓൾറെഡി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ MNQ ഈ പറയുന്ന NQ മാർക്കറ്റ് ഹൈ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഇനി, കാരണം പ്രീവിയസ് ഡേ ഹൈ ഉണ്ട്, ഏഷ്യ ഹൈ ഉണ്ട്. അപ്പം ന്യൂയോർക്ക് ഈ ഒരു സെഷൻ എന്തായാലും ഇതിന് ഹൈ എടുക്കണം, കാരണം ലണ്ടൻ എടുത്തിട്ടില്ല. അപ്പോൾ ലണ്ടൻ എടുത്തിട്ടില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന ഏഷ്യ ഹൈ എടുക്കുക, അതേപോലെ പ്രീവിയസ് ഡേ ടേക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു നറേഷൻ ആയിരുന്നു. ബട്ട് ആ നറേഷൻസ് നമുക്ക് ഒരു റീ എൻട്രി കാര്യങ്ങൾ, ഇനിയിപ്പോ റീ എൻട്രി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ നോക്കുന്നില്ല. നമുക്ക് ആ ടൈമിങ്ങിന്റെ, അതാണ് ടൈമിന്റെ ഇമ്പോർട്ടൻസ്. അതാണ് കാരണം കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് ആ ഒരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംഭവം കിട്ടും. അതിനുശേഷം വരുന്ന ട്രേഡുകളൊന്നും ഒരു ക്വാളിറ്റി കാണുന്നില്ല. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി ഐ ക്യാൻ കീപ് ഇറ്റ് ബ്രേക്ക് ഈവൻ. പക്ഷെ ബ്രേക്ക് ഈവൻ ആക്കാനായിട്ട് ക്യാൻഡിൽ ക്ലോസ് ആയിട്ടും ഇല്ല. ഏഷ്യ ഹൈ സ്വീപ്പും ചെയ്തിട്ടുണ്ട്. ബട്ട് 1 hour ഓർഡർ ബ്ലോക്ക് പ്രൈസ് ലെവൽ എടുത്തിട്ട് ഫോം ഓഫ് ലിക്വിഡിറ്റി ഈസ് ബിൽഡിംഗ്. ബട്ട് എന്നിരുന്നാലും ഒരു ബ്രേക്ക് ഈവൻ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു ട്രേഡ് ആയിരുന്നു. റിസ്ക് ഫ്രീയിലേക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഫ്രീ ആക്കാൻ പറ്റിയ ഒരു ട്രേഡ് ആയിരുന്നു. ഏഷ്യ ഹൈ എടുത്ത് പ്രൈസ് തിരിച്ചു വരുമോ ഇല്ലയോ നോക്കാം. തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ എടുക്കാതെ മാർക്കറ്റിന് വേണമെങ്കിൽ താഴേക്ക് വന്നിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ മാർക്കറ്റിൽ എന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ആ ട്രേഡ് കിട്ടിയില്ല. സീരിയസ്ലി ഏഷ്യ ഹൈ ടേക്ക് ഔട്ട് ചെയ്തു. സോ ദാറ്റ്സ് ഇറ്റ്, ഡൺ ഫോർ ദ ഡേ, നോട്ട് ട്രേഡിംഗ് ഡേ. നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ നമുക്ക് ആ ഒരു ട്രേഡ് മിസ്സായി. നമുക്ക് നമ്മുടെ ആ ഒരു ഉദ്ദേശിച്ച ഒരു കൺഫർമേഷന് ശേഷമുള്ള ക്യാൻഡിൽ നമുക്ക് ആ ട്രേഡ് ട്രിഗർ ആയില്ല. ഓൾമോസ്റ്റ് നമുക്ക് ടൈം 10 o'clock ആകാറായിട്ടുണ്ട്. സോ 10 o'clock മുന്നേ ഒരു ട്രേഡ് ഇനി കാരണം ഏഷ്യ ഹൈ എടുക്കും. നോട്ട് ഷുവർ ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ക്ലീൻ സ്വീപ്പ് ആണ്. യു ക്യാൻ സീ ഹിയർ, this is the clean sweep. I think it's a equal high sweep on. Equal high sweep അതിന്റെ റിയാക്ഷൻ താഴേക്ക് തരും. What about 1 hour time frame? Let's say 1 hour maybe നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ആയി. 10 o'clock 1 hour candle ക്ലോസ് ആവും, സിംഗിൾ ക്യാൻഡിൽ. നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി പ്രൈസ് റിയാക്ട് ചെയ്യാൻ പറ്റും. കുഴപ്പമില്ല, അതായത് നമുക്ക് ട്രേഡ് മിസ്സായി. കാരണം ട്രേഡ് മിസ്സായി മീൻസ് ട്രിഗർ ആയില്ല. ദാറ്റ്സ് ഇറ്റ്, അതാണ് റീസൺ. ട്രിഗർ ആവാത്ത ട്രേഡിനെ പിന്നെ നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ക്ലോസിംഗ് ദ ചാർട്ട് ആൻഡ് ഹാവ് സം മൂവി. കാരണം കൂടുതൽ ടൈം ചാർട്ടിൽ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇപ്പൊ ഞാൻ കുറെ ചാർട്ടിൽ അങ്ങനെ ഇരിക്കാറില്ല. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നും ഇല്ല. കാരണം ട്രേഡ് കാര്യങ്ങളൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഡിസ്കസ് ചെയ്തിട്ട് ഇരിക്കാം. 5 മിനിറ്റിൽ ആക്ച്വലി ഓർഡർ ബ്ലോക്ക് പ്രൈസ് വരാതെയാണ് മാർക്കറ്റ് ആ ഫെയർ വാല്യൂ ഉണ്ട് മിസ്സായിട്ട്. പക്ഷെ തോന്നുന്നത് മേ ബി ഇത് സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ചു കയറാനും ഫസ്റ്റ് ഏഷ്യ ഹൈ എടുത്താലും മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആണ്. പ്രീവിയസ് ഹൈയും കിടപ്പുണ്ട്. 1 hour സ്റ്റിൽ മാർക്കറ്റിൽ നിന്നൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ്. ഞാൻ ആ ഒരു ട്രേഡ് ക്യാൻസൽ ചെയ്ത ട്രേഡാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം മേ ബി സ്റ്റിൽ ബുള്ളിഷ്. കാരണം 10 മണിക്ക് മുമ്പായിട്ടാണ്. 10 o'clock മേ ബി അടുത്ത ക്യാൻഡിലാണ്. 10 o'clock ക്യാൻഡിൽ എന്തായാലും എൻ്റർ ആണ്. സോ എൻ്റർ ആയി കഴിഞ്ഞിട്ട് നമുക്കതിനൊന്ന് നോക്കാൻ ഈ എൻ്റർ എടുത്ത ട്രേഡ് ഡിബേറ്റ് ചെയ്തിട്ട്. സോ നെക്സ്റ്റ് 1 hour ക്യാൻഡിലാണ് ക്യാൻഡിൽ ഓപ്പണിംഗ് ആണ്. ഓൾമോസ്റ്റ് തീരുമാനമാവുന്ന തോന്നുന്നത്. ടാമർ തീരുമാനം ക്ലീൻ ആകാൻ ശ്രമിക്കുന്ന ശ്രമത്തിൽ ചില വന്നേക്കാം. പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് തീരുമാനങ്ങൾ എപ്പോഴും നല്ലതായിരിക്കാം. ഒരു ക്യാൻഡിൽ അങ്ങനെ ഫ്ലിപ്പ് ആവുമോ? ഓൾമോസ്റ്റ് കിട്ടേണ്ടത് കിട്ടി എന്നാ തോന്നുന്നത്.
സോ അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഡയറക്ഷനിലേക്ക് എത്തിയേക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളൊരു കാരണം, ഇതൊരു നല്ലൊരു എൻട്രി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഡിസിപ്ലിൻ ഞാൻ ചെറിയ രീതിയിലൊന്ന് ബ്രേക്ക് ചെയ്ത്, അതായത് എൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഞാൻ ചെറിയ രീതിയിലൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഈ ട്രേഡ് എടുക്കാൻ പാടില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എന്തോ എന്നോട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. സോ ഇപ്പൊ ഇനി എന്തായാലും എനിക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ കറന്റ് പ്രോഫിറ്റ് റണ്ണിയാണ്. അപ്പോൾ അതൊരു ബ്രേക്ക് ഇവനിലേക്ക് ഞാൻ ശരിയാണ്. ഇനിയിപ്പോൾ ഇതിൽ ബ്രേക്ക് ഇവൻ വന്നാലും പ്രോഫിറ്റ് വന്നാലും ഡസൻ കെയർ അബൌട്ട് ദാറ്റ്. കാരണം ബ്രേക്ക് ഇവൻ ആണ്. കാരണം കഴിഞ്ഞ 2 ട്രേഡ്സുകളൊക്കെ 2 ദിവസത്തുള്ള നമ്മൾ ഡേ 1 മുതലുള്ള ഡെറി വരെയുള്ള ട്രേഡ്സുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഈ ഡേ 4ലേക്ക് വന്ന സമയത്ത് എന്താണ് അവിടെ വന്ന മിസ്റ്റേക്സ് എന്ന് മാത്രമല്ല, ആ ഒരു സെറ്റപ്പ് എത്രത്തോളം ക്വാളിറ്റി സെറ്റപ്പ് ആണെന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ബാക്കിയുള്ള അനാലിസിസും ബാക്കിയുള്ള എൻട്രി മോഡൽസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഡൈജസ്റ്റബിൾ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഈ ഒരു ട്രേഡ് അത്ര ഡൈജസ്റ്റബിളേ അല്ല. പക്ഷെ എന്നിരുന്നിട്ടും ഞാൻ എന്തൊക്കെയോ പിടിമുറുക്കം കാരണം എടുത്തു പോയ ഒരു ട്രേഡാണ്. അപ്പോൾ ഇതാണ് വേറൊരു കാര്യം. കാരണം ഞാൻ മാക്സിമം ട്രേഡ് എടുക്കാതിരിക്കാൻ നോക്കുകയാണ്. കാരണം ചാർട്ടിന്റെ മുമ്പിലുള്ള ടൈം ഡ്യൂറേഷൻസ് മാക്സിമം കുറയ്ക്കുക. കാരണം ഫുൾ ടൈം അതിന്റെ മുമ്പിൽ നമ്മൾ ഡിപ്പെൻഡ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എൻഗേജ് ആകാൻ വേണ്ടിയിട്ട് ചാർട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ മൈൻഡ് വിൽ ട്രിഗർ. എൻട്രിക്ക് പോകാം എന്നുള്ളൊരു സാധനം വരും. കാരണം ഞാനൊരു ചെറിയൊരു ടൈം ഇരുന്നിട്ട് എനിക്ക് ആ ഒരു എൻട്രി എടുക്കാനുള്ള ഒരു ത്വരയായിരുന്നു. ബട്ട് ഐ എം ട്രൈങ് ടു കൺട്രോൾ മൈ ഇമോഷൻസ് ആൻഡ് എവറിത്തിങ്. സോ ആ ഒരു പ്രോസസ്സാണ് വെരി വെരി ഹാർഡ്. അത് ആരെ കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. സോ ഇപ്പോൾ എന്തായാലും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സോൺ എനിക്ക് അത്ര റെലവെന്റ് ആയിട്ടുള്ളൊരു സോൺ അല്ലായിരുന്നു. എന്നിട്ടും ഞാൻ ആ ട്രേഡ് പോയിട്ട് എടുത്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏഷ്യ ഹൈ ഓൾറെഡി എടുത്ത് ഏഷ്യ ഹൈക്ക് മുമ്പായിട്ട് ട്രേഡ് എടുക്കണം എന്നുള്ള ഇതായിരുന്നു. പിന്നെ ഒരു കാര്യം, ഓൾമോസ്റ്റ് SLന്റെ ആ ഒരു പോയിന്റ് ചെറിയൊരു $2 2 പോയിന്റിന്റെ ഡിഫറൻസിലാണ് തലനാരിക്ക് രക്ഷപ്പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നൗ വി ആർ ഇൻ എ ബ്രേക്ക് ഈവൻ. അപ്പോൾ ഇതൊരു വേസ്റ്റ് ട്രേഡ് എന്ന് ഞാൻ പറയാം. അപ്പൊ ഇതിൽ വരുന്ന പ്രോഫിറ്റും ലോസും കാരണം അതങ്ങനെയാണ്. ഇപ്പൊ കിട്ടുകയാണെങ്കിൽ അതൊരു ബോണസ് ആണെന്നുള്ള രീതിയിലാണ്. ഇവൻ അത് തിരിച്ച് ബ്രേക്ക് ഇവനേക്ക് പോയി കഴിഞ്ഞാലും ഓക്കെ ഫൈൻ, സ്റ്റിൽ വി ആർ ഇൻ ദ ലാസ്റ്റ് 3 days നമ്മൾ ട്രേഡ് എടുത്താലും സ്റ്റിൽ പ്രോഫിറ്റബിൾ ആണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ആ ഒരു രീതിയിലാണ്. പിന്നെ അത് എന്തും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് ഞാൻ ആ ഒരു എൻട്രി എടുത്തത്. പോവുകയാണെങ്കിലും പ്രോഫിറ്റിൽ നിന്നാണ്. സോ എന്ന് എഴുതിയിട്ട് കിട്ടുന്ന പ്രോഫിറ്റിനെ എല്ലാം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ട്രേഡ്സുകൾ എടുത്തിട്ട് കളയണം എന്നുള്ളത് ഒരു പ്രോസസ് അല്ല നമുക്ക് വേണം. സോ ദാറ്റ്സ് ഇറ്റ്. സോ എനിവേ എന്തായാലും ബാക്കി ട്രേഡിംഗ് കൂടെ പ്ലേ ആവട്ടെ. ഞാനിതിനു മുമ്പ് 1 മിനിറ്റിലേക്ക് ഞാൻ നിട്ടപ്പോഴത്തേന് 1 മിനിറ്റ് ഞാൻ ചാർട്ട് പ്രൈസ് ആക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യത്തെ ഒരു 1 മിനിറ്റ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. നല്ല രീതിയിൽ സൈഡ് വേസും നല്ല രീതിയിൽ സെക്കൻഡ് ഗെസ്സിങ്ങും ഇതൊക്കെ ആയിരുന്നു. SL അടിക്കുന്ന ആ ഒരു ഏകദേശം ഒരു 99% അടിച്ചു എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആദ്യത്തെ ഒരു ഫസ്റ്റ് 5 മിനിറ്റിന്റെ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ബട്ട് നമുക്ക് SL വന്നില്ല. സോ കറന്റ്ലി വി ആർ ഇൻ എ ബ്രേക്ക് ഈവൻ. ബാക്കി എന്തായാലും പ്ലേ ആവട്ടെ. ഓക്കെ. ഫൈനലി നമ്മുടെ TPന്റെ ഓൾമോസ്റ്റ് നിയർ എത്തിയേക്കാണ്. പക്ഷെ അവിടെ ഒരു ചലഞ്ചിങ് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേ ഹൈ എടുത്തിട്ടാണ് നിൽക്കുന്നത്. മേ ബി മാർക്കറ്റിന് അവിടെ തിരിയാനും സാധ്യതയുണ്ട്. ഈ ഒരു ലോ ഞാൻ എന്തായാലും ഈ ഒരു ലോയിൽ ഞാൻ എൻ്റെ ബ്രേക്ക് ഇവൻ ഒന്ന് സെറ്റ് ചെയ്യാണ്. സെറ്റ് ഫ്രം ഈ ഒരു ലോയിലേക്ക് ഞാൻ എൻ്റെ ബ്രേക്ക് ഇവൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഈവൻ മാർക്കറ്റ് ഇവിടം വരെ വന്നു കഴിഞ്ഞാലും മാർക്കറ്റിന് SL അടിക്കാനുള്ള സാധ്യത, കാരണം അത്രയും മാർക്കറ്റ് വന്നതാണ്. സോ ലെറ്റ്സ് ട്രെയിൽ ദിസ്. സോ 1 മിനിറ്റിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ടുണ്ട്. ടു ഹാവ് എ ചെറിയൊരു ഈ ഒരു ലോ ഈ ലോയിൽ ഞാൻ കൺസിഡർ ചെയ്തില്ല. ചെറിയൊരു ബ്രീത്തിങ് ഏരിയ, ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു ലോ ആണ് ഞാൻ SL ട്രെയിൽ ചെയ്തേക്കുന്നത്. ബ്രേക്ക് ഈവൻ ടു SL ട്രെയിൽ ചെയ്തേക്കാണ്. സോ അതിന്റെ റീസൺ പ്രീവിയസ് ഡേ ടേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുകളിലാണ് സ്ലൈറ്റ് ചെറിയൊരു ഡിഫറൻസിലാണ് ഞാൻ എൻ്റെ 1:2 നിയർ ഇരിക്കുന്നത്. ഓൾമോസ്റ്റ് 1:2 കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു 0.5 ഈ പറയുന്ന കമ്മീഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള $1-2 കമ്മീഷൻ ഉണ്ട്. അപ്പൊ അതൊന്ന് ടാലി ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ TP അടിച്ചിട്ടുണ്ട് 1:2. സോ ഡൺ ഫോർ ദ ഡേ. നമ്മുടെ 50 മിനിറ്റിലേക്ക് വരാം. ആക്ച്വലി ഇതൊരു 50 മിനിറ്റിൽ പ്ലാൻ ചെയ്ത ട്രേഡ് അല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിപ്പോയത്. 5 മിനിറ്റ് എൻട്രി ആയിരുന്നു ഇത്. ഞാൻ ആ ഒരു ട്രെൻഡ് ആയിരുന്നു കണ്ടിന്യൂ ചെയ്തത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഒരു ബൈ ആയിരുന്നു. പക്ഷെ ഇവിടുന്ന് നോക്കിയിരുന്നെങ്കിൽ മേ ബി ഇന്ന് ആ ട്രേഡ് കിട്ടത്തില്ലായിരുന്നു. പിന്നെ അത് ഫ്ലൈറ്റ് റിസ്കിയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ ഡാഷ്ബോർഡ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇവിടെ ട്രേഡ് വെയിറ്റിൽ അപ്ഡേറ്റ് അയക്കുന്നത് $1,675 ആണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്ക് അതായത് നമ്മുടെ ടാർഗറ്റിന്റെ 50% നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് 4 days കൊണ്ടിട്ട് നമ്മളത് കവർ ചെയ്തേക്കുന്നത്. അതാണ് നമ്മുടെ ലൂസിഡന്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു.
ഞാൻ ഇതിന് മുമ്പ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നമ്മുടെ ലീഡർ അപ്ഡേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് തോന്നുന്നു. ലെറ്റ് മീ ചെക്ക്. യെസ്, ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ. യെസ്, വി ഗോട്ട് എ അപ്ഡേറ്റ് ഫോർ ട്രേഡിംഗ് ഡേയ്സിൽ. നമ്മൾ ഇപ്പോൾ കൺസിസ്റ്റൻസി നമ്മൾ 56 നിൽക്കുകയാണ്. അത് നമ്മൾ പതുക്കെ എടുക്കുന്ന അനുസരിച്ച് അത് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് വേണ്ട റിക്വയർമെന്റ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് $1325 ആണ്. നമുക്ക് ഇനി ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ്സ്. ഓൾമോസ്റ്റ് നമ്മൾ അതിന്റെ 50% നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ടുഡേ വി ഗോട്ട് നെറ്റ് നമുക്ക് $489 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ബാക്കി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ അപ്ഡേറ്റ് ആവും. ആ ട്രേഡ് വിന്നിംഗ് ഡ്യൂറേഷൻസ് എത്ര അവേഴ്സ് കാര്യങ്ങളൊക്കെ, എത്ര മിനിറ്റ്സും കാര്യങ്ങളൊക്കെ ആ ട്രേഡ് പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിക്കൽ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഡേ. നമ്മൾ ഡേ എൻഡ് ചെയ്തേക്കാണ്. അതായത് ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ നമ്മൾ എടുത്തിട്ടുള്ള 2 ട്രേഡും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു 1:2 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റിസ്കിനനുസരിച്ചിട്ട്, കാരണം കറക്റ്റ് 250 അല്ല ഞാൻ റിസ്ക് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ 500 റൗണ്ട് ആവാഞ്ഞത്. 236 ആ റൗണ്ട് ആയിരുന്നു നമ്മൾ റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ്സ് നമ്മൾ എനിവേ എന്തായാലും നമ്മൾ ആ ഒരു എടുക്കുന്ന റിസ്കിനുള്ള ഒരു 2x റിട്ടേൺസ് നമ്മൾ എന്തായാലും ഇതിൽ എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മൾ വേറെ ട്രേഡ്സ് ഒന്നും നമ്മൾ ഇനി നോക്കുന്നില്ല. ഇനി നമ്മൾ നാളെ ഫ്രൈഡേ ആണ്. ഫ്രൈഡേയിൽ നമുക്ക് ഇനി ട്രേഡ് കാരണം എന്തെങ്കിലും നല്ലൊരു ക്വാളിറ്റി ട്രേഡ്സ് വരുമോ നോക്കാം. കാരണം ലാസ്റ്റ് വീക്ക് നമ്മൾ ഫ്രൈഡേയിൽ നമ്മൾ ട്രേഡ്സ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. എന്ന് കരുതി നാളത്തെ ഒരു മാർക്കറ്റും കൂടെ നോക്കാം. അപ്പോൾ നാളത്തെ മാർക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വി എൻഡഡ് അപ്പ് ദിസ് വീക്കിന്റെ നെറ്റ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ഇവൻ തോ നാളെ ഒരു ലോസ് കിട്ടുവാണെങ്കിലും സ്റ്റിൽ നെറ്റ് പ്രോഫിറ്റിലാണ്. കാരണം ഓവറോൾ വീക്കിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ചെറിയൊരു 0.5 നമ്മൾ ലോസ് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രേഡിംഗ് ഡേ. അതത്ര അടിപൊളിയായിട്ടുള്ളൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു രീതിയില്ലായിരുന്നു. പക്ഷേ ഐ ടു സം ഡിസിപ്ലിൻ ബ്രേക്ക്. ഇന്നത്തെ ദിവസം ഞാൻ എൻ്റെ ഒരു ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയതാണിത്. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ആ ഒരു ഡിസിപ്ലിൻ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മേ ബി അത് എനിക്കൊരു SL ആയിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ട വന്നേനെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോഫിറ്റിലേക്ക് എനിക്ക് എത്തിക്കേണ്ട വന്നേനെ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എന്തായാലും വേറൊന്നുമില്ല നമുക്ക് പറയാനായിട്ട്. താങ്ക് യു ഗൈസ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.